ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിലേക്ക് തിരിച്ചു. ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ വിശിഷ്ടാതിഥിയാകും. ഇന്ന് ലോക റേഡിയോ ദിനം. ആകാശവാണിയുടെ നയി സോച്ച് നയി കഹാനി പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. 2030ഓടെ സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തിലൂടെ നിറവേറ്റാൻ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിലക്കയറ്റ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റിയെ നേരിടും. വാർത്തകൾ വിശദമായി. 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുഎഇയിലേക്ക് തിരിച്ചു. സന്ദർശനത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. രാജ്യങ്ങൾ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും വികസിപ്പിക്കാനും ശക്തിപ്പെടുത്തുവാനുമുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യും. ദുബായിൽ നടക്കുന്ന ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ അദ്ദേഹം വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റിയിൽ നടക്കുന്ന പരിപാടിയിൽ യുഎഇയിലെ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അബുദാബിയിലെ ആദ്യത്തെ ഹിന്ദു ക്ഷേത്രമായ ബാബ്സ് മന്ദിറിന്റെ ഉദ്ഘാടനം ശ്രീ മോദി നാളെ നിർവഹിക്കും. ന്യൂഡൽഹിയിൽ കർഷക മാർച്ചിൽ സംഘർഷം. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലാണ് സംഘർഷം ഉണ്ടായത്. പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. സംഘർഷത്തെ തുടർന്ന് കാൽനടയായി എത്തിയ കർഷകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പ്രതിഷേധക്കാരുടെ ട്രാക്ടറുകൾ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സിവിൽ സപ്ലൈസ് കേന്ദ്രങ്ങളിൽ സബ്സിഡി സാധനങ്ങൾ ലഭ്യമല്ലാത്ത സാഹചര്യം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണം എന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് ഷാഫി പറമ്പിലാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. വിപണിയിൽ ഇടപെട്ട് വിലക്കയറ്റം നിയന്ത്രിക്കുന്നതിൽ സപ്ലൈകോ ദയനീയമായി പരാജയപ്പെട്ടെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു. എന്നാൽ 13 സബ്സിഡി സാധനങ്ങളിൽ ചിലത് മാത്രമാണ് ലഭ്യമല്ലാത്തത് എന്ന് മന്ത്രി GR അനിൽ മറുപടിയായി പറഞ്ഞു. നിലവിൽ നേരിടുന്ന പ്രയാസം താത്കാലികം മാത്രമാണ്. ആ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. വിതരണക്കാർക്കുള്ള കുടിശ്ശിക നൽകുന്ന നടപടികളിലേക്ക് സർക്കാർ നീങ്ങിയിട്ടുണ്ട്. അതിനാൽ വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ട സാഹചര്യമില്ലെന്നും മന്ത്രി അറിയിച്ചു. മന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. ഇതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയായിരുന്നു. 2030ഓടെ സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തിലൂടെ നിറവേറ്റാൻ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. പുതിയ ഊർജ്ജ നയം രൂപീകരിക്കുന്ന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. വൈദ്യുതി ഉത്പാദന രംഗത്ത് സംസ്ഥാനം സ്വയം പര്യാപ്തത കൈവരിക്കേണ്ടതുണ്ട്. ഇതിനായി ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം വർദ്ധിപ്പിക്കേണ്ടതുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്ത് 4000 മെഗാവാട്ടുകളുടെ പമ്പ്ഡ് സ്റ്റോറേജുകൾക്ക് സാധ്യതയുണ്ട്. സംസ്ഥാനത്തിന്റെ ഉപ്പുവെള്ളം, കായൽ, തരിശായി കിടക്കുന്ന ജലാശയങ്ങൾ എന്നിവയിൽ 6000 മെഗാവാട്ട് ശേഷിയുള്ള ഫ്ലോട്ടിംഗ് സൗരോർജ്ജ നിലയങ്ങൾ സ്ഥാപിക്കാനാകുമെന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. പരിസ്ഥിതി ആഘാതം കുറഞ്ഞ ഇത്തരം പദ്ധതികൾ കാലതാമസമില്ലാതെ പൂർത്തിയാക്കാവുന്നതാണ്. പുരപ്പുര സൗരോർജ്ജ പദ്ധതിയിലും ആശാവഹമായ മുന്നേറ്റം നാം നടത്തിയിട്ടുണ്ട്. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 630 മെഗാവാട്ട് ശേഷിയുള്ള സൗരോർജ്ജ നിലയങ്ങൾ പൂർത്തീകരിച്ചു. 2030ഓടെ സംസ്ഥാനത്ത് വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകൾ മുഖേന നിറവേറ്റുവാൻ സാധിക്കും. നവസംരംഭകരെ സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ക്യാമ്പസ് വ്യവസായ പാർക്കുകൾ സ്ഥാപിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി പി രാജീവ്. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇപ്പോൾ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ 850 സംരംഭകത്വ വികസന ക്ലബ്ബുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ ക്ലബ്ബിനും സാമ്പത്തിക വർഷത്തിൽ 20,000 രൂപ വീതം സർക്കാർ സാമ്പത്തിക സഹായം നൽകി വരുന്നതായും മന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ പൊതുകടത്തിന്റെ തോതിൽ വർധന ഉണ്ടായിട്ടില്ലെന്ന് മന്ത്രി KN ബാലഗോപാൽ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. 2022-23 സാമ്പത്തിക വർഷം വരെ സംസ്ഥാനം പിരിച്ചെടുക്കേണ്ട നികുതി ഇനത്തിലെ ആകെ കുടിശ്ശിക 19,975.43 കോടി രൂപയാണ്. ഇതിൽ ഭൂരിഭാഗവും സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കാൻ ഉള്ളതാണെന്നും മന്ത്രി KN ബാലഗോപാൽ സഭയെ അറിയിച്ചു. ഇന്ന് ലോക റേഡിയോ ദിനം. റേഡിയോ അറിവും വിനോദവും വിദ്യാഭ്യാസവും പകരുന്ന നൂറ്റാണ്ട് എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പാവപ്പെട്ടവർ, കുടിയേറ്റക്കാർ, ന്യൂനപക്ഷങ്ങൾ തുടങ്ങി വിവിധ ജനവിഭാഗങ്ങൾക്കിടയിൽ റേഡിയോയുടെ വ്യാപനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്താരാഷ്ട്ര റേഡിയോ ദിനം ആചരിക്കുന്നത്.
ലോക റേഡിയോ ദിനത്തിൽ ആകാശവാണിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അവതരിപ്പിച്ച നയി സോച്ച് നയി കഹാനി ഷോയുടെ അവസാന ഭാഗത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ജീവിതയാത്രാനുഭവങ്ങൾ പങ്കുവച്ചു. നിശ്ചയദാർഢ്യത്തിലൂടെയും ആത്മവിശ്വാസത്തിലൂടെയും ലക്ഷ്യം കൈവരിക്കാൻ കഴിയുമെന്ന് തന്റെ ജീവിത അനുഭവത്തിലൂടെ രാഷ്ട്രപതി പറഞ്ഞു. വൈകിട്ട് 7-ന് ആകാശവാണി റെയിൻബോയിലും ആകാശവാണിയുടെ സാമൂഹ്യ മാധ്യമ പ്ലാറ്റ്ഫോമുകളിലും പരിപാടി കേൾക്കാം. ലോക റേഡിയോ ദിനത്തോടനുബന്ധിച്ച് അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ ശ്രോതാക്കൾക്കായി റേഡിയോ സെറ്റുകൾ സൌജന്യമായി വിതരണം ചെയ്തു. റേഡിയോ പ്രക്ഷേപണം സമ്പൂർണ്ണമാക്കുകയും അത് ഫലപ്രാപ്തിയിൽ എത്തിക്കുകയും ചെയ്യുന്നത് ശ്രോതാക്കളിലൂടെയാണെന്ന് അസോസിയേഷൻ പ്രസിഡന്റ് മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര പറഞ്ഞു. വാർത്താമാധ്യമമായ റേഡിയോ നിലവിൽ വന്നത് മുതൽ അത് ജനങ്ങളുടെ ഹൃദയവും മനസ്സും ബുദ്ധിയും ശക്തമായി സ്വാധീനിച്ചുകൊണ്ടിരിക്കുന്നു. ആധുനിക വ്യക്തിയുടെ ജീവിതമണ്ഡലത്തിൽ റേഡിയോ വ്യക്തമായ സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുതിയ ചെറുപ്പക്കാരെ റേഡിയോയിലേക്ക് ആകർഷിക്കുവാൻ വേണ്ടി വൈവിധ്യമാർന്ന പരിപാടികൾ റേഡിയോയിൽ ആരംഭിക്കണം. പ്രത്യേകിച്ച് ആകാശവാണി അതിന് മുൻകൈയെടുക്കുക തന്നെ വേണം. നിരാലംബരും നിർധനരുമായ വ്യക്തികൾക്കും രോഗികൾക്കും അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ റേഡിയോ ദിനത്തിൽ സൗജന്യമായി റേഡിയോ സെറ്റുകൾ വിതരണം ചെയ്തുകൊണ്ട് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുകയാണ്. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ വിലയിരുത്താൻ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഡെപ്യൂട്ടി ഇലക്ഷൻ കമ്മീഷണർ അജയ് ബദു ഇന്ന് കേരളത്തിലെത്തും. ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൌളുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഏജൻസികളുമായി ചർച്ച നടത്തും. ഇടുക്കിയിലെ വിനോദസഞ്ചാര വികസനത്തിന് ശക്തി പകർന്ന് ജില്ലാ ആസ്ഥാനമായ പൈനാവിൽ ടേക്ക് എ ബ്രേക്ക് സമുച്ചയം തുറന്നു. വിനോദസഞ്ചാരികൾക്കും വഴിയാത്രക്കാർക്കും സുരക്ഷിത വിശ്രമവും ഭക്ഷണവും ശുചിമുറി സൌകര്യങ്ങളും ഒരുക്കുകയാണ് സമുച്ചയത്തിന്റെ ലക്ഷ്യം. വിശദാംശങ്ങളുമായി ഇടുക്കിയിൽ നിന്നും ആകാശവാണി പ്രതിനിധി രതീഷ് കൃഷ്ണൻ. സംസ്ഥാന സർക്കാരിന്റെ നവകേരളം പദ്ധതിയുടെ ഭാഗമായാണ് ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതി ആവിഷ്കരിച്ചത്. ദേശീയ സംസ്ഥാന പാതയോരങ്ങൾ, ബസ് സ്റ്റേഷനുകൾ, ഷോപ്പിംഗ് കോംപ്ലക്സുകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉൾപ്പെടെ ഏതു സമയത്തും വിശ്രമിക്കാനുള്ള സൌകര്യവും വൃത്തിയും സുരക്ഷിതത്വവുമായ ശുചിമുറികളും കോഫി ഷോപ്പുകളും ലഭ്യമാക്കുകയാണ് ഉദ്ദേശം. വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തും ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി 1 കോടി രൂപ മുടക്കിയാണ് പൈനാവിൽ ടേക്ക് എ ബ്രേക്ക് സമുച്ചയം നിർമ്മിച്ചത്. ആറ്റുകാൽ പൊങ്കാലയോടനുബന്ധിച്ച് വിവിധ സർക്കാർ വകുപ്പുകൾ നടത്തുന്ന മുന്നൊരുക്കങ്ങൾ വിലയിരുത്താൻ ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേർന്നു. പൊങ്കാലയുടെ ഭാഗമായി വിവിധ സർക്കാർ വകുപ്പുകൾ നടപ്പാക്കുന്ന പ്രവർത്തനങ്ങൾ ഫെബ്രുവരി 17-ന് മുൻപ് പൂർണ്ണമാക്കണമെന്ന് മന്ത്രി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ജൈവ പച്ചക്കറിയിൽ സ്വയം പര്യാപ്തത എന്ന ലക്ഷ്യവുമായി കുടുംബശ്രീ ജില്ലാ മിഷൻ നടത്തുന്ന കണിനടിയിൽ ഉത്സവത്തിന്റെ കാസർഗോഡ് ജില്ലാതല മോഡൽ പ്ലോട്ട് ഉദ്ഘാടനം ചെയ്തു. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ജില്ലയിൽ തന്നെ ലഭ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് കണിനടിയിൽ ഉത്സവം നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും പി ജഗന്നിവാസൻ. ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക, വിഷുവിന് ആവശ്യമായ പഴങ്ങളും പച്ചക്കറികളും ജില്ലയിൽ തന്നെ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കണിനടിയിൽ ഉത്സവം നടത്തുന്നത്. കണിനടിയിൽ ജില്ലാതല മോഡൽ പ്ലോട്ട് കാസർഗോഡ് അസിസ്റ്റന്റ് കളക്ടർ ദിലീപ് കെ കൈനിക്കര ഉദ്ഘാടനം ചെയ്തു. ഓപ്പൺ പ്രിസിഷൻ രീതി ഉപയോഗിച്ച് നടപ്പിലാക്കിയ മാതൃകാ തണ്ണിമത്തൻ കൃഷി ഏവർക്കും സ്വീകരിക്കാവുന്ന മോഡലാണെന്ന് അദ്ദേഹം പറഞ്ഞു. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റി FCയെ നേരിടും. വൈകിട്ട് 7:30 കൊൽക്കത്തയിലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് മത്സരം. ശാർക്കര ദേവീക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവത്തിന് മുന്നോടിയായുള്ള പൊങ്കാല നാളെ നടക്കും. രാവിലെ 9:30-ന് ക്ഷേത്ര മേൽശാന്തി വെഞ്ഞാറമൂട് പാലൂർ മഠത്തിൽ കെ മാധവൻ പോറ്റി പണ്ടാരയടുപ്പിൽ അഗ്നി പകരും. 11:30-നാണ് പൊങ്കാല നിവേദ്യം. കുംഭമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപങ്ങൾ തെളിയിക്കും. ഈ മാസം 18-ന് നടയടയ്ക്കും. തീർത്ഥാടകർക്ക് വെർച്വൽ ക്യൂ ബുക്കിംഗ് നിർബന്ധമാണ്. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ നിലയിൽ കണ്ടെത്തിയ കടുവയെ മയക്കുവെടിവെച്ചു. വനം വകുപ്പ് വെറ്ററിനറി ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള ദൌത്യസംഘമാണ് കടുവയെ മയക്കുവെടിവെച്ചത്. കണ്ണൂർ കൊട്ടിയൂർ പന്നിയാമലയിലെ കശുമാവിൻ തോട്ടത്തിൽ രാവിലെയാണ് ടാപ്പിംഗ് തൊഴിലാളി കടുവയെ കണ്ടത്. മയക്കുവെടിയേറ്റ് മയങ്ങിയ കടുവയെ കൂട്ടിലേക്ക് മാറ്റും. പ്രധാന വാർത്തകൾ വീണ്ടും. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി UAE-യിലേക്ക് തിരിച്ചു. ലോക ഗവൺമെന്റ് ഉച്ചകോടിയിൽ വിശിഷ്ടാതിഥിയാകും. ഇന്ന് ലോക റേഡിയോ ദിനം. ആകാശവാണിയുടെ നയി സോച്ച് നയി കഹാനി പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു തന്റെ ജീവിത അനുഭവങ്ങൾ പങ്കുവച്ചു. 2030-ഓടെ സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത പൂർണ്ണമായും പുനരുപയോഗ ഊർജ്ജത്തിലൂടെ നിറവേറ്റാൻ സാധിക്കുമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. വിലക്കയറ്റ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ISL ഫുട്ബോളിൽ ഇന്ന് ഈസ്റ്റ് ബംഗാൾ FC മുംബൈ സിറ്റിയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.